C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കിട്ടിയാ? നമുക്കറിയായിരുന്നു ആശാൻ വിചാരിച്ചാ നടക്കുന്നു. ഓ, സത്യം പറഞ്ഞ ഇതിപ്പോ കിട്ടിയില്ലായിരുന്നെങ്കിലേ നമ്മുടെ കഥ കഴിഞ്ഞാനേ. താങ്ക് യു ആശാനെ. നല്ല ആശാനെ, ഈ പട്ടിണി പോലത്തെ അന്ധവിശ്വാസങ്ങൾ വേറെ എന്തൊക്കെയുണ്ട്? അന്ധവിശ്വാസമല്ല, വിശ്വാസമാണ്. ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈ നരബലിയൊന്നും ഇല്ലല്ലോ അല്ലേ? നിങ്ങളുടെ ശ്രീലക്ഷ്മി എങ്ങനെയായിരുന്നു? തീർത്ത ഉപവാസം ഇരിക്കോ അതോ ഇതുപോലെ ആശാൻ ഒളിച്ച് ആഹാരം കൊണ്ടേ കൊടുക്കുമായിരുന്നോ? വിശ്വാസം എന്ന 3 അക്ഷരമാണ് ശ്രീലക്ഷ്മിയുടെ ജീവിതം തന്നെ. ഞാനും ഞങ്ങളുടെ പ്രേമവും ഈശ്വരനും അവൾക്ക് ഒരുപോലെയായിരുന്നു. ഇത് 3ലും ശ്രീലക്ഷ്മി അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ആശാൻ വേണമെങ്കിൽ ഒരെണ്ണെടുത്ത് കഴിച്ചോ, നമ്മൾ ആരോട് പറയാനൊന്നും പോകുന്നില്ല. വിശ്വാസം എനിക്കും ശ്രീലക്ഷ്മിക്കും ഒരുപോലെ. അവൾ വിശ്വസിക്കുന്നതിലൊക്കെ ഞാനും വിശ്വസിക്കുന്നു. ആ, അതൊക്കെ ആശാന്റെ ഇഷ്ടം. ഓരോരോ വട്ടുകള്. നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, നമുക്കിവിടെ സമയാസമയം ആഹാരം ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട്. ദേവിയച്ചിയും കണ്ണനും വല്ലതും കഴിച്ചാവോ? അതിൽ താൻ ടെൻഷൻ ആവണ്ട. അവിടെ ഒരു കുറവ് അവർക്കുണ്ടാവില്ല. അതൊക്കെ നമുക്കറിയാം. എങ്കിലും ഒരു സമാധാനത്തിന് ഒന്ന് വിളിച്ചത് ആശാനെ. കൺമണി ചേച്ചിയാ? എടുക്ക്, എന്നിട്ട് നമ്മൾ അങ്ങോട്ട് വരുന്ന വിവരം പറയും. ഏയ്, നമ്മൾ ഇപ്പൊ അവിടെ എത്തില്ലേ. നിങ്ങൾ അവിടെ ചെല്ലുന്നതേ അവർക്കൊരു സർപ്രൈസ് ആയിരിക്കും. അത് കളയണ്ട. ഫോൺ എടുക്കുന്നില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശ്രീലക്ഷ്മി അവിടെ പോയിരുന്ന് കഴിക്കൂ. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.